ഒരു ചരിത്ര നിമിഷത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ ശക്തമായ എതിർപ്പും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. 200 കോടി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. As we conclude this 16th summit, let me reflect on another event of deep meaning. 2 weeks ago, India marked Makar Sankranti. It's the beginning of Uttarayan, the sun's northward journey. From darkness to light, from stillness to growth, from what was to what can be. And that is what makes our summit so unique and timely. The time is right for renewal, for fresh momentum, and for opening a new chapter in EU-India friendship. And this is exactly what we have achieved together today. ഡൽഹിയിൽ നടന്ന 16ാമത് ഇന്ത്യ EU ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലിയണും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ചേർന്നാണ് ഈ ചരിത്ര പ്രഖ്യാപനം നടത്തിയത്. ഹിസ്റ്റോറിക് എന്നാണ് മോദി വിമർശകരടക്കം ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയേറെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ. ട്രംപിന്റെ തീരുവാ ഭീഷണിയിൽ ഇന്ത്യ തകർന്നടിയുമെന്ന് വിലപിച്ചവർക്കുള്ള മോദിയുടെ മറുപടി. ഇന്ത്യൻ കമ്പനികൾക്കും തൊഴിലാളികൾക്കും മുന്നിൽ ട്രംപ് വാതിൽ കൊട്ടിയടച്ചപ്പോൾ അതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള സ്വർഗവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് ആണ് കരാർ എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി പറഞ്ഞു. आज एक और ऐतिहासिक अवसर है जब विश्व की 2 सबसे बड़ी लोकतांत्रिक शक्तियां अपने संबंधों में एक निर्णायक अध्याय जोड़ रही है. ആഗോള GDP-യുടെ 25% ആഗോള വ്യാപാരത്തിന്റെ 1/3 കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. രാജ്യത്തെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് കരാറിന്റെ ഗുണം ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം സുഗമമാക്കുന്നതിനുള്ള ധാരണാപത്രമാണ് കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നവർക്കുള്ള നടപടിക്രമങ്ങൾ ഇതോടുകൂടി ലളിതമാകും. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണ്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്കും IT കമ്പനികൾക്കും യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഇന്ത്യയിലെ ഉൽപാദന സേവന മേഖലകൾക്ക് കരാർ പുതിയ കരുത്ത് പകരും. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ കരാർ. ഏറ്റവും വലിയ മാറ്റം വരിക രാജ്യത്തെ പ്രീമിയം കാർ വിപണിയിലാണ്. കാറുകളുടെ താരിഫ് ക്രമേണ 110% നിന്ന് 10% കുറയും. യൂറോപ്പിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97%-നും താരിഫ് കുറയുന്നതിനോ ഒഴിവാക്കുന്നതിനോ കരാറിലൂടെ കഴിയുമെന്നാണ് സൂചന. ഓട്ടോമൊബൈൽ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ, രാസവസ്തുക്കൾ, വിമാനങ്ങൾ, ഭക്ഷ്യപാനീയ മേഖലകൾ എന്നിവയ്ക്കൊക്കെ നേട്ടമുണ്ടാകും. ഇന്ത്യയിലെ ആശുപത്രികൾക്കും അനുബന്ധ കേന്ദ്രങ്ങൾക്കും ഗുണകരമാവുന്ന രീതിയിലുള്ള ഇളവുകളാണ് ഉണ്ടാവുക. മെഡിക്കൽ ഉപകരണങ്ങൾ, ഫാർമ എന്നിവയ്ക്കും നികുതി ഇളവുകൾ ഉണ്ടാകും. വ്യാപാരത്തിനപ്പുറം പ്രതിരോധ മേഖലയിലെ സഹകരണവും ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ് എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടം. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ചയെ എടുത്തുകാട്ടുന്നതായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെ പ്രസംഗം. ഇന്ത്യ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ലോകം കൂടുതൽ സ്ഥിരതയുള്ളതാകുന്നുവെന്നും അതിന്റെ പ്രയോജനം തങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുവെന്നും ഉർസുല വോൺ പറയുമ്പോൾ അത് ഇന്ത്യക്ക് ലോകം നൽകുന്ന അംഗീകാരം കൂടിയാകുന്നു. India has risen and Europe is truly glad about it, because when India succeeds, the world is more stable, more prosperous,
and more secure. And we all benefit. 2007 തുടങ്ങിയ വ്യാപാര കരാർ ചർച്ചകളാണ് 19 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് കരാർ വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ വ്യാപാര പങ്കാളിത്തം തേടി ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ മുന്നോടി മാത്രമാണിത്. ഒരിക്കൽ നമ്മളെ ശത്രുപക്ഷത്ത് കണ്ടിരുന്ന കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടുകൂടാൻ വരുന്നതടക്കം നിരവധി കാഴ്ചകൾക്ക് ഇനി അങ്ങോട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. 2014 മുതൽ ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇതാണ്: ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. അതിന്റെ വ്യാപ്തി നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. When India succeeds, the world is more stable, more prosperous, and more secure. And we all benefit. We did it. We did it. We delivered the mother of all deals. We are creating a market of 2 billion people. And this is the tale of two giants. The world's second and fourth largest economies. Two giants who choose partnership in a true win-win fashion. A strong message that cooperation is the best answer to global challenges.